കണ്ണിന് താഴെ ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു അത് കോമൺ കുറേ ആൾക്കാർക്ക് വരാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആയുർവേദത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഈ ഡാർക്ക് സർക്കിൾസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ആൾക്കാരിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഓവർ എക്സർഷൻ, ഇപ്പോൾ ഉറക്കം ഒഴിഞ്ഞിരിക്കുന്നവരിൽ ഇപ്പം എല്ലാവർക്കും ഉറക്കമൊക്കെ കുറച്ച് കുറവും തലതിരിഞ്ഞുള്ള നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് കൂടുന്നതനുസരിച്ച് പല ഇഷ്യൂസും ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കണ്ടീഷൻസിനകത്ത് അതുപോലെ ഓവറായിട്ട് കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഡാർക്ക് സർക്കിൾസ് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് കുങ്കുമാതിയുടെ പ്രോഡക്ട്സ് ആണ് നല്ലത്. കുങ്കുമാതി സിറം ഉണ്ട്, അതിൽ ഉണ്ട്. അതുപോലെ കുങ്കുമാതി എസെൻഷ്യൽ ഓയിലുണ്ട്. ഈ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചിലർക്ക് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പിമ്പിൾസോ ഒക്കെ വരാനുണ്ട്. അപ്പോൾ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് അത് യൂസ് ചെയ്യാം. അതുപോലെ കുങ്കുമാതി ക്രീംസ് ഉണ്ട്, അണ്ടർ ഐ ക്രീമുണ്ട്, അണ്ടർ ഐ ക്രീം ഉണ്ട്. അത് ഭയങ്കര ഇഫക്റ്റീവാണ്. ഈ നാൽപ്പാമര കുങ്കുമ ചേർത്തിട്ടുള്ള ഒരു അണ്ടർ ഐ ക്രീം ഉണ്ടാക്കുന്നുണ്ട്. അത് വളരെ എഫക്റ്റീവാണ്. നമുക്ക് കണ്ണിനടിയിൽ അപ്ലൈ ചെയ്ത് ഒരു ടൈമൊക്കെ അപ്ലൈ ചെയ്താൽ മതി ഡെയിലി. അത് നൈറ്റിൽ നമുക്ക് നൈറ്റ് ക്രീം ആയിട്ട് യൂസ് ചെയ്ത് കിടക്കാം. കണ്ണിന് താഴെ അപ്ലൈ ചെയ്താൽ കിടന്നാൽ രാവിലെ വാഷ് ചെയ്ത് കളയാം. അത്തരത്തില് വേറെ ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാക്കുന്നതല്ല. ഇതിൽ അത് പ്രശ്നമില്ല. കാര്യം നമുക്ക് കുറച്ച് ഓവർനൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള ക്രീംസ് കൂടുതലും ഉണ്ടാക്കുന്നത്. പിന്നെ പാക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഉണങ്ങുന്നതിന് മുമ്പേ വാഷ് ചെയ്യണം. വിശേഷം കണ്ണിനടിയിലുള്ള സ്കിൻ സോഫ്റ്റ് അല്ലേ, അപ്പൊ അതുകൊണ്ട് ഒത്തിരി ഉണങ്ങി പിടിക്കാനേ പാടില്ല. സ്ട്രിക്റ്റ് അപ്പോഴേ തന്നെ വാഷ് ചെയ്തോളാം.